നേർവീതി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. ശബത്തിലും പരിച്ഛേദന. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 24 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അതിന് പുരുഷാരം, നിനക്കൊരു ഭൂതമുണ്ട്, ആർ നിന്നെ കൊല്ലുവാൻ അന്വേഷിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ഒരു പ്രവൃത്തി ചെയ്തു, അതിങ്കൽ നിങ്ങളെല്ലാവരും ആശ്ചര്യപ്പെടുന്നു. മോശ നിങ്ങൾക്ക് പരിച്ഛേദന നിയമിച്ചിരിക്കയാൽ അത് മോശയുടെ കാലത്തല്ല, പിതാക്കന്മാരുടെ കാലത്തത്രേ തുടങ്ങിയത്. നിങ്ങൾ ശബത്തിൽ മനുഷ്യനെ പരിച്ഛേദന കഴിപ്പിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന് നീക്കം വരാതെ ഇരിപ്പാൻ ശബത്തിലും മനുഷ്യൻ പരിച്ഛേദന ഏൽക്കുന്നു. എങ്കിൽ ഞാൻ ശബത്തിൽ ഒരു മനുഷ്യനെ മുഴുവനും സൗഖ്യമാക്കിയതിനാൽ എന്നോട് ഇഷ്ടപ്പെടുന്നത് എന്ത്? കാഴ്ചപ്രകാരം വിധിക്കരുത്, നീതിയുള്ള വിധി വിധിപ്പീൻ. കർത്താവായ യേശുക്രിസ്തു ശബത്ത് നാളിൽ ഒരാൾക്ക് സൗഖ്യം നൽകി. ബെഥെസ്ദാ കുളക്കരയിൽ കിടന്ന 38 വർഷം ആ കുളക്കരയിൽ പക്ഷപാത രോഗിയായിട്ട് കിടന്ന മനുഷ്യനാണ് യേശു സൗഖ്യം നൽകിയത്. നല്ല പ്രായമുള്ള ആളാണ്. ബെഥെസ്ദാ കുളം ഒരു ദൂതം കലക്കുമെന്നും അപ്പോഴാദ്യം ഇറങ്ങുന്ന ആൾക്ക് സൗഖ്യം കിട്ടുമെന്നും ഈ ലോട്ടറി പോലെയാണ്. അതൊക്കെ വെറുതെ ആളുകൾ പറഞ്ഞു പിടിപ്പിക്കുന്നതാണ്. അതായത് ആദ്യം കണി കാണുന്നത് പോലെ ആദ്യം അതെന്താ പിന്നെ ഇറങ്ങിയാൽ സൗഖ്യം കിട്ടുകയല്ലേ? ആദ്യം ഒരാൾക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ഒരു വർഷം. ഇതൊക്കെ അവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കാൻ അവിടെ ദൂതനുണ്ട്, അവിടെ വലിയ അത്ഭുതമുണ്ട് എന്നൊക്കെ വരുത്താൻ വേണ്ടി ആളുകൾ ചെയ്യുന്ന പരിപാടികളാണ്. അന്ന് യഹൂദന്മാർക്ക് ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ക്രൈസ്തവരുടെ കൂട്ടത്തിലുമുണ്ട്. ഓരോ പള്ളികളെയൊക്കെ പുണ്യ പള്ളികളാക്കാൻ അവിടെ എല്ലുണ്ട്, അവിടെ തുണിയുണ്ട്, അവിടെ അത് കാരണം അത് തീർത്ഥാടന കേന്ദ്രമാണെന്ന് വരുത്തി പണം അടിക്കുക എന്നുള്ളതാണ്. പണം അടിച്ച് എഞ്ചിനീയറിംഗ് കോളേജും അതുപോലെ സ്കൂളും ഹോസ്പിറ്റലും ഒക്കെ പണിയുക എന്നുള്ള നല്ല ലക്ഷ്യത്തിലായിരിക്കാം. പക്ഷേ ഈ കള്ളം പറഞ്ഞ് അത് ചെയ്യുന്നത് ശരിയല്ല. FCR എല്ലാവർക്കും അറിയാമല്ലോ. അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേറ്ററി ആക്ട്. വിദേശത്തു നിന്ന് ആളുകൾ ഒരു കാര്യം പറഞ്ഞ് പണം വരുത്തുന്നെങ്കിൽ ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് കള്ളമല്ലേ, അവിശ്വസ്തതയല്ലേ. അപ്പോൾ അതുപോലെ ദൈവനാമത്തിൽ ഒരു കാര്യം നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം. ഇത് അവിടെ അത്ഭുതം കണ്ടു, ഇവിടെ സൗഖ്യമായി, ഇവിടെ എന്താണ് ഇതാണ്, അതുകൊണ്ട് തീർത്ഥാടന സ്ഥലമാണ്, എല്ലാവരും ഇവിടെ വന്നു, ഇവിടുത്തെ വെള്ളം കുടിച്ചു, അല്ലെങ്കിൽ ഇവിടെ മല കയറിക്കൂ എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കുരങ്ങ് കളിപ്പിക്കുകയാണ്. യഹൂദന്മാരത് ചെയ്തു. യെരൂശലേം ദേവാലയത്തിന് വളരെ അടുത്താണ്. പക്ഷേ യേശു അവനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാവാൻ മനസ്സുണ്ടോ? അവൻ പറഞ്ഞു, നടക്കുമെന്ന് തോന്നുന്നില്ല, കാരണം എന്നെ കുളത്തിലാക്കാൻ ആരുമില്ല. നിന്നെ കുളത്തിലാക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നല്ല ചോദിച്ചത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ പിടിച്ച് കുളത്തിലാക്കാമെന്നല്ല. ഈ കുളത്തിനകത്ത് ദൂതൻ ഇറങ്ങി ഇടയ്ക്ക് വെള്ളം കലക്കുമെന്നൊന്നും അല്ല യേശു പറഞ്ഞത്. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? എനിക്കാരുമില്ല എന്ന് പറഞ്ഞ ആ നിസ്സഹായൻ്റെ എന്നോട് യേശു പറഞ്ഞു, നിന്റെ കിടക്കെടുത്ത് നടക്കുക. അവൻ കിടക്കെടുത്ത് നടന്നു. അവൻ പോയത് ദേവാലയത്തിലേക്കാണ്, ദൈവത്തിന് നന്ദി പറയാൻ. അതേ അറിയത്തുള്ളൂ. ദേവാലയത്തിലാണ് ദൈവം വസിക്കുന്നതെന്നാണ് അവൻ്റെ ധാരണ. ആ ദേവാലയത്തിൽ വസിച്ച ദൈവമാണിപ്പോൾ മനുഷ്യനായി വന്നതെന്ന് അവൻ അറിഞ്ഞുകൂടാ. പക്ഷേ ശബത്താണ്. ശബത്തിൽ ചുമടെടുക്കാൻ പാടില്ലെന്നാണ്. ശബത്തിൽ ചുമടെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ശബത്തിൽ ഒരു തൊഴിലെന്നുള്ള നിലയിൽ, ജോലി എന്നുള്ള നിലയിൽ വിറക് ചുമക്കുകയോ വെള്ളം കോരുകയോ വിറക് വെട്ടുകയോ അതൊന്നും ചെയ്യാൻ പാടില്ലെന്നാണ്. ഇവിടെ ദൈവം മനുഷ്യനായ ആള് ഒരു പക്ഷപാത രോഗിക്ക്, അതായത് 38 വർഷം ഇവിടെ കിടന്ന മനുഷ്യന്, അവർക്ക് അതുകൊണ്ട് നല്ല പരിചയമുള്ളതാണ്, വർഷങ്ങളായിട്ട് അവനിവിടെ ഉണ്ട്. അവന് യേശു ഒറ്റ വാക്കുകൊണ്ട് സൗഖ്യം നൽകി. അവന് തൻ്റെ ആ കിടക്കയെന്ന് പറഞ്ഞാൽ അതിനകത്ത് പല സാധനം, തണുപ്പ് കാലത്തേക്കുള്ള വസ്ത്രങ്ങളും വേനൽക്കാലത്തേക്കുള്ളതും പാത്രങ്ങളും എന്ന് വേണ്ട പലതും കാണും. അതെല്ലാം ചുരുട്ടി കെട്ടി അവൻ നടക്കുകയാണെന്ന് പറഞ്ഞാൽ ഒറ്റ നിമിഷം കൊണ്ട് ഇത്രയും ബലം എനിക്ക് തന്നു എന്നുള്ളത് യേശു ലോകത്തെ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്തായാലും ജനങ്ങളോട് കൂടി എന്താ ചുമടെടുക്കുന്നത്?
അവൻ പറഞ്ഞു, എന്നെ സൗഖ്യമാക്കുവാൻ, ഞാനിവിടെ 38 വർഷം രോഗിയായി കിടന്ന എന്നെ പരിചയമില്ലേ, നിന്നോട് ചുമടെടുക്കാൻ ആരാ പറഞ്ഞത് ശബത്തിൽ? എന്നെ സൗഖ്യമാക്കുവാൻ. എന്താ അവൻ്റെ പേരെന്താന്ന് ഞാൻ ചോദിച്ചില്ല. യേശു അവൻ്റെ അടുക്ക വന്നു. ലക്ഷക്കണക്കായ ആളുകളുള്ള സ്ഥലമാണ് യെരൂശലേം ദേവാലയം. പല രാജ്യത്തു നിന്ന് ആളുകൾ കൂടാര പെരുന്നാളിന് വന്നിരിക്കുകയല്ലേ. ഏത് പെരുന്നാളായാലും ലക്ഷക്കണക്കിന് ആളുകളാണ് യെരൂശലേമിൽ, പല ഭാഷക്കാർ, പല രാജ്യക്കാർ. യേശു അവൻ്റെ അടുക്കൽ ചെന്നിട്ട്, നോക്കൂ, സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ മേലാൽ പാപം ചെയ്യരുത്, ഞാൻ യേശുവാണ് എന്നെല്ലാം അവനോട് പറഞ്ഞു. അവരെ വിളിച്ചു, തന്നെ ക്വസ്റ്റ്യൻ ചെയ്തവർ വിളിച്ചിട്ട് പറഞ്ഞു, യേശുവാണ് സൗഖ്യം നൽകിയത്. അപ്പോൾ അവർക്ക് ദേഷ്യമായി. അപ്പോൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നു, ശബത്തിലാണോ ഇങ്ങനെ ചെയ്യുന്നത്? യേശു പറഞ്ഞു, ആ ബലഹീന മനുഷ്യന് ഒരാശ്വാസം, ശബത്തെന്ന് പറഞ്ഞാൽ സ്വസ്ഥതയല്ലേ, ആശ്വാസമല്ലേ, അപ്പോൾ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് അവർക്കൊന്നും മറുപടി പറയാൻ പറ്റിയില്ല. പക്ഷെ അവര് ഗ്രൂപ്പുണ്ടാക്കി, അവര് യേശുവിനെതിരെ കൂടാതെ നടത്താൻ തയ്യാറായി. അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ അതായത് ശബത്തിൽ പരിച്ഛേദന കഴിക്കുന്നു. ശബത്തെന്ന് പറയുന്നത് മോശയ്ക്ക് മുമ്പേ അബ്രഹാമിൻ്റെ കാലത്ത് ദൈവം സ്ഥാപിച്ചതാണ്. നിങ്ങൾക്ക് അബ്രഹാമിനേക്കാൾ വലിയത് മോശയാണ്. അതുകൊണ്ട് മോശ കൽപ്പിച്ച കാര്യത്തിന് യാതൊരു മുടക്കവും വരരുത്. അതുകൊണ്ട് നമുക്ക് ശബത്ത് ഒന്നും നോക്കണ്ട, ശബത്തിലും പരിച്ഛേദന നടന്നോട്ടെ. കാരണം ഒരു കുഞ്ഞുണ്ടായാൽ 8-ാം ദിവസമാണ് പരിച്ഛേദന. അപ്പോൾ 8-ാം ദിവസം ചിലപ്പം ശനിയാഴ്ച ആയിരിക്കും, ശബത്തായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്തു? പരിച്ഛേദന നടത്തുന്നു. യേശു അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ അതായത് അബ്രഹാം സ്ഥാപിച്ച ആ പരിച്ഛേദന അത് നിങ്ങൾ ചെയ്യുന്നു എന്ന് മോശ നിങ്ങൾക്ക് ശബത്ത് ഏൽപ്പിച്ചു തന്നു. ആ മോശയുടെ കൽപ്പനയ്ക്ക് ഭംഗം വരാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പരിച്ഛേദന നടത്തുന്നു. ഞാൻ ഒരു മനുഷ്യന് പൂർണ്ണ സൗഖ്യം നൽകുന്നു. മനുഷ്യന് ആശ്വാസം ഉണ്ടാകുക, അതല്ലേ മറ്റാളുകളെ കൊണ്ട് സാധിക്കേണ്ടത്. മനുഷ്യൻ ദൈവാനുഗ്രഹം ഉണ്ടാകുക, അതല്ലേ സാധിക്കേണ്ടത്. നിങ്ങളെന്തിനാ പരിച്ഛേദന കഴിക്കുന്നത്? ദൈവാനുഗ്രഹം ഉണ്ടാകണം. അത് തന്നെയല്ലേ ഞാനും ചെയ്യുന്നത്. നിങ്ങൾ ഭാഗികമായിട്ട് ചെയ്യുന്നു, ഞാൻ പൂർണ്ണമായിട്ട് ചെയ്യും. ഞാനൊരു മനുഷ്യന് നടക്കത്തക്കവണ്ണം, ജോലി ചെയ്യത്തക്കവണ്ണം, ആരോഗ്യം ഉണ്ടാകത്തക്കവണ്ണം ഞാൻ സൗഖ്യം നൽകുന്നു. ഇതിലെന്താണ് പാപം എന്നാണ് യേശു ചോദിച്ചത്. അവർ ഒന്നും മറുപടി പറയാൻ അവർക്കില്ലാതെ അവർ മൗനമായിരുന്നു. പ്രിയപ്പെട്ടവരെ, മനുഷ്യനെ പൂർണ്ണമായി രക്ഷിപ്പാൻ, ശാരീരികമായും മാനസികമായും ആത്മീയമായും രക്ഷിക്കാൻ, മനുഷ്യനെ ഇവിടെയും മരണശേഷവും രക്ഷിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. യേശു ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ്. നമ്മളെ രക്ഷിക്കാനാണ് യേശു ശിക്ഷയേറ്റത്. ആ യേശുവിനെ സ്നേഹിക്കുവാൻ എല്ലാവർക്കും സാധിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.